ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും കാപ്പിയൊക്കെ കഴിച്ചാ? ഞങ്ങളും കാപ്പിയൊക്കെ കുടിച്ചു. ഇനി ഉച്ചക്കലത്തേന് കറി എന്തെങ്കിലും വെക്കാൻ പോവുകയാണ്. ഇന്ന് ഞാനപ്പോഴേ ഇന്നാളെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ പേര് എന്നോട് ചോദിച്ചിരുന്നു നെത്തോലി കറി വെക്കുന്നു, തേങ്ങ അരച്ച് വെക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ഇടണേന്ന് പറഞ്ഞു. അപ്പം ഞാനത് വെക്കാൻ പോവാണേ. അത് അരച്ചതിന് ശേഷമാണ് ഞാനത് ഓർത്തത്. അപ്പം ഞാൻ പറയാം എന്തൊക്കെയാണത് ചേർക്കേണ്ടതെന്ന്. വാ, ഉണ്ടാ നെത്തോലിയാണേ. കണ്ട, നെത്തോലി ഞാൻ കഴുകി തലയൊക്കെ കളഞ്ഞ് ക്ലിയർ ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ്. അതിനകത്തൊരു വേറൊരു മീനും കൂടെ ഉണ്ട്. 2 മീൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൽ ചേർക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ അരച്ചു വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് അരച്ചിട്ടുള്ളത് തേങ്ങ, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഉലുവപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും ചേർത്തിട്ടുണ്ട്. അത്രയാണ് ഇതിനകത്ത് അരച്ചത്. ബാക്കിയൊക്കെ ഞാൻ എണ്ണ ചൂടാക്കി കടു വറുത്താണ് അതിനകത്ത് ഇടുന്നത്, അത് കാണിച്ചു തരാം. ഓക്കെ. പിന്നെ നെത്തോലി കറി വെക്കുമ്പം പിന്നെ ഞാൻ ചേർക്കുന്നതാ തക്കാളിക്ക് പച്ചമുളകും, ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി അരിയാൻ. എനിക്ക് ഇഞ്ചിയല്ല, ചുക്കായതുകൊണ്ട് ഞാൻ ആ പൊടിയിലിടത്തേ ഉള്ളൂ. അപ്പം ഇനി ചെയ്യുമ്പോൾ കാണാവേ. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് കെട്ടി വെക്കുന്നു. മീൻകറി എപ്പോഴും മൺചട്ടി വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ചട്ടിയുള്ളവരെല്ലാം ചട്ടി, അല്ലെ മീൻ വെക്കാൻ വേണ്ടിയെങ്കിലും ഒരു ചട്ടി. പുറത്തൊക്കെ ഉള്ളവർക്ക് പാടായിരിക്കും, എന്നാലും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വന്നൊക്കെ പോകുമ്പോഴേ ഒരു ചട്ടി കൊണ്ടുപോകണം കേട്ടോ. ഒരു ചെറിയൊരു ചട്ടി മേടിച്ച് വെച്ചേക്കണം. അതിനകത്ത് നല്ല ടേസ്റ്റ്. ചട്ടി വെക്കുന്ന മീൻ കറിക്കാണ് ടേസ്റ്റ് കൂടുതൽ, മൺചട്ടിയിൽ കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളം വറ്റട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കണ്ട, ഇനി നമ്മുടെ കറിവേപ്പിലയാണ് ഇടേണ്ടത്. കറിവേപ്പില പിന്നെ ഇടാം. നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇടാം. മല്ലിപ്പൊടി ശരി, മുളക് പൊടി ചെറിയ സ്പൂണായിപ്പോൾ ഇത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി നമുക്ക് ഇടാം. ഇത് മൂത്തിട്ടുണ്ടേ, നമുക്ക് കണ്ട ഞാൻ ഇട്ടേക്കുവാണേ. തക്കാളിക്ക് ഇച്ചിരി ഒന്ന് വാടാൻ വേണ്ടിയൊക്കെ, തക്കാളിക്ക് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. മിക്സി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇനി നമുക്ക് ആഡ് ചെയ്യാം. വെള്ളം ചേർത്തിനാണേ. വെള്ളം ചേർത്തിട്ട് ഇനി പുളി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തിളക്കട്ടെ. കണ്ട, ഇനി പുളി ഇട്ട് കൊടുക്കണം. പുളി ഞാൻ കഴുകി എടുത്ത് വെച്ചതാണേ. പുളി അത് അധികം പുളി ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് പുളി ഇട്ടെന്ന് വിചാരിക്കണ്ട. ഉപ്പ്, ഈ ഇതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കണം, ഈ പച്ചമുളകും കൂടെ. ഓക്കെ, അരിഞ്ഞിട്ട് കാണിക്കാം. കണ്ടോ, അരപ്പ് കിടന്ന് തിളയ്ക്കുന്നു. ഇനി നമുക്ക് ഈ മീൻ അതിനകത്തോട്ട് അങ്ങിട്ട് കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് വേവട്ടെ. ഇതും കൂടെ, ഈ മീനും കൂടെ കിടന്നൊന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ചങ്ങ് വെച്ച് ഇപ്പം തിളച്ച് തുടങ്ങുവേ. കണ്ട, തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെക്കാം ചെറിയ തീയിൽ കേട്ടോ. മിനിമം തീ ഇരുന്നത് കുറച്ച് നേരം. ആ മീനിനകത്ത് പുളിയും ഉപ്പും എല്ലാം ഇറങ്ങി അത് പറ്റും. ഇച്ചിരി ഒരു കൊഴുത്ത ചാറായിരിക്കണം നമ്മളിങ്ങനെ തേങ്ങ അരച്ച് വെക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട മീൻ കറി, പ്രത്യേകിച്ച് നെത്തോലിക്കറി. അപ്പം ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ. ഓക്കെ, വെന്തതിന് ശേഷം കാണിച്ചു തരാം. നമ്മുടെ മീൻ കറി എന്തായെന്ന് നോക്കാം. എന്നാണ് തോന്നുന്നത്. ആയി ഇത്രയും വെച്ചാൽ മതി. ഇന്ന് ചട്ടിയല്ലേ, ചട്ടിയിലിരുന്ന് തന്നെ
അത് കുറച്ചങ്ങ് വറ്റും. ചട്ടി തണുക്കുന്നതനുസരിച്ച് ഇതിൽ മതി. ഇനി അത് നമ്മൾ ഞാൻ വിളമ്പാൻ എടുക്കുമ്പോഴത്തേന് ഇത് കുറുകിയിരിക്കും. നല്ല കുറുകിയിട്ടുണ്ട്. നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ എന്ന്. അടിപൊളി കേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടേ. നല്ല എണ്ണയൊക്കെ തെളിയും. ഇനി ഇതിനകത്ത് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ട് ഗ്യാസ് അങ്ങ് ഓഫാക്കണം. മല്ലിയില ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി മല്ലിയിലയും കൂടെ കേട്ടാ. കണ്ട, കറിവേപ്പില ഇടുന്നു, അടച്ചു വെക്കുന്നു, ഗ്യാസ് ഓഫാക്കുന്നു. ഇനി അതവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, ഇവിടെ മീൻകറി എന്തായെന്ന് നോക്കാവേ. കണ്ട, പറ്റിയിരിക്കുന്ന കണ്ട, അടിപൊളിയായിട്ടില്ലേ? കണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാൻ തരം കാണാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബായ്.